നമസ്കാരം, ഞാൻ ശ്രീകുട്ടി. പ്രധാന വാർത്തകൾ. മഴവെള്ളപ്പാച്ചിലിൽ കാഞ്ഞിരപ്പള്ളി കപ്പാട് വ്യാപക നാശനഷ്ടം. നിരവധി വീടുകളിൽ വെള്ളം കയറി, കൃഷി നശിച്ചു. 3 പാലങ്ങൾ ഒലിച്ചുപോയി. കിടങ്ങൂരിൽ കിടപ്പ് രോഗിയെ ഭർത്താവ് കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തി. മാനസിക വെല്ലുവിളി നേരിടുന്ന മകനെയും കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യാൻ ശ്രമം. ഭർത്താവ് പോലീസ് കസ്റ്റഡിയിൽ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 2031 വരേണ്ട മാറ്റങ്ങൾ ചർച്ച ചെയ്യാൻ കോട്ടയത്ത് ഉന്നത വിദ്യാഭ്യാസ സെമിനാർ. 4 നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഉന്നത വിദ്യാഭ്യാസ ഹബ്ബുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് സമാപനം. പാലാ ഉപജില്ല ഓവറോൾ ചാമ്പ്യന്മാർ. സ്കൂളുകളിൽ പാലാ സെന്റ് തോമസ് സ്കൂളിന് കിരീടം. വാർത്തകൾ വിശദമായി. തുലാമഴയിലുണ്ടായ മഴവെള്ളപ്പാച്ചിലിൽ കാഞ്ഞിരപ്പള്ളി കപ്പാട് പ്രദേശത്ത് വലിയ നാശനഷ്ടം. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞും രാത്രിയിലും പെയ്ത ശക്തമായ മഴയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറുകയും കൃഷി നശിച്ചു പോകുകയും ചെയ്തു. പ്രദേശത്തെ താത്കാലികമായതടക്കം 3 പാലങ്ങളും ഒലിച്ചുപോയി. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ 2, 3, 4 വാർഡുകളിലാണ് തുലാമഴയിലുണ്ടായ മഴവെള്ളപ്പാച്ചിലിൽ നാശനഷ്ടമുണ്ടായത്. ഈരാറ്റുപേട്ട റോഡിൽ ആനക്കല്ല്, മഞ്ഞപ്പള്ളി, കപ്പാട് എന്നിവിടങ്ങളിൽ റോഡ് ഗതാഗതം തന്നെ മണിക്കൂറുകളോളം തടസ്സപ്പെടുന്ന സ്ഥിതിയുണ്ടായി. 3 വാർഡുകളിലുമായി 25ഓളം വീടുകളിൽ വെള്ളം കയറി. 3-ാം വാർഡിലാണ് ഏറ്റവും കൂടുതൽ വീടുകളിൽ വെള്ളം കയറി നാശനഷ്ടമുണ്ടായത്. വണ്ടനാമല കൊടിത്തോട്ടത്തിൽ വെള്ളം ഉയർന്നതോടെ മാടത്താനി പ്രദേശത്തെ 10 വീടുകളിലാണ് വെള്ളം കയറിയത്. 6 വീടുകളിൽ കാര്യമായ നാശനഷ്ടമുണ്ട്. വീട്ടുപകരണങ്ങളെല്ലാം നശിക്കുന്ന സ്ഥിതിയുണ്ടായി. കിണറുകളും ഉപയോഗശൂന്യമായി. തുമ്പമട ഭാഗത്ത് തോട്ടിൽ നിർമ്മിച്ച കിണറും സംരക്ഷണ ഭിത്തിയുമാണ് മാടത്താനി ഭാഗത്ത് വീടുകളിൽ വെള്ളം കയറാൻ കാരണമായതെന്ന് വാർഡംഗം അമ്പിളി ഉണ്ണികൃഷ്ണൻ ആരോപിച്ചു. അതിന് മെയിൻ ഒരു കാരണം എന്ന് പറയാൻ, നമ്മുടെ തുമ്പമട ഭാഗത്ത് തന്നെ തോട്ടിൽ തന്നെ ഒരു കുടിവെള്ള പദ്ധതിയുടെ കിണർ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ആ കുടിവെള്ള പദ്ധതിയുടെ കിണർ നിർമ്മിച്ചതല്ലാതെ അത് അടുത്ത വാർഡിലേക്ക് വേണ്ടിയിട്ടാണ് ആ കിണർ നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷെ എങ്കിലും ആർക്കും ആ ഒരു കുടിവെള്ള പദ്ധതി കൊണ്ട് ഒരു പ്രയോജനം കിട്ടിയിട്ടില്ല. ആർക്കും വെള്ളം കൊടുക്കാനും സാധിച്ചിട്ടില്ല. പക്ഷെ അതുകൊണ്ടാണ് നമുക്ക് ഈ കിണർ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ വെള്ളം അങ്ങോട്ട് ഒഴുകി ചെന്ന് കഴിയുമ്പോൾ നേരെ വെള്ളം തിരിച്ചു തള്ളിയാണ് ഈ കോളനി, നമ്മുടെ ഈ വീടുകളിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്. വെള്ളത്തിന്റെ സുഗമമായ ഒഴുക്കിന് തടസ്സം സൃഷ്ടിക്കുന്ന ഇത് പൊളിച്ചു നീക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. 4-ാം വാർഡിലും 4ഓളം വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നാശനഷ്ടമുണ്ടായി. കപ്പാട് ഗവൺമെന്റ് സ്കൂളിന് മുൻവശത്തുള്ള വീടുകളിലും വെള്ളം കയറി നാശനഷ്ടം സംഭവിച്ചു. ആനക്കല്ല്, മഞ്ഞപ്പള്ളി പ്രദേശങ്ങളിൽ കടകളിലും വെള്ളം കയറിയിരുന്നു. എറികാട് പാലം തകർന്നതിനൊപ്പം ആനക്കല്ല്, മൂഴിക്കാട് തോടിന് കുറുകെയുള്ള 2 താൽക്കാലിക പാലങ്ങളും ഒലിച്ചുപോയി. ഇതോടെ തോടിന് മറുകരയുള്ളവർ കിലോമീറ്ററുകളോളം ചുറ്റി കറങ്ങേണ്ടി വരുന്ന സ്ഥിതിയാണ്. മലവെള്ളം കുതിച്ചൊഴുകി എത്തിയതോടെ വ്യാപകമായ കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കിടങ്ങൂരിൽ കിടപ്പ് രോഗിയായ ഭാര്യയെ ഭർത്താവ് കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തി. ഏലക്കോടത്ത് വീട്ടിൽ രമണിയാണ് മരിച്ചത്. ഭർത്താവ് സോമനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാനസിക വെല്ലുവിളി നേരിടുന്ന ഇളയ മകനെയും കൂടി കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യാനായിരുന്നു സോമന്റെ പദ്ധതി. കിടങ്ങൂർ മാന്താടിക്കവലയിൽ ഭർത്താവ് ഭാര്യയെ കഴുത്തി ഞെരിച്ച് കൊലപ്പെടുത്തി. ഏലക്കോടത്ത് വീട്ടിൽ രമണി എന്ന 70-കാരിയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് സോമനെ കിടങ്ങൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇളയ മകനെ കൊലപ്പെടുത്തുവാനുള്ള ശ്രമവും പരാജയപ്പെട്ടു. ഇന്ന് പുലർച്ചെ 1:30യോടെയായിരുന്നു സംഭവം. കിടപ്പ് രോഗിയായ ഭാര്യയും ഇളയ മകനെയും കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യാനായിരുന്നു സോമൻ ശ്രമിച്ചത്. ഭാര്യയെ കൊലപ്പെടുത്തി ഇളയ മകനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ നിലവിളി കേട്ട് മൂത്ത മകൻ എത്തുകയും കൊലപാതക ശ്രമം തടയുകയുമായിരുന്നു. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന മകനെയും രോഗിയായ ഭാര്യയും കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യാനായിരുന്നു സോമൻ ശ്രമിച്ചത്. എന്നാൽ മൂത്ത മകൻ ഓടിയെത്തിയത് മൂലം ഇളയ മകൻ രക്ഷപ്പെടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാല. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 2031 വരേണ്ട മാറ്റങ്ങൾ ചർച്ച ചെയ്യാൻ കോട്ടയത്ത് ഉന്നത വിദ്യാഭ്യാസ സെമിനാർ നടന്നു. 4 നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഉന്നത വിദ്യാഭ്യാസ ഹബ്ബുകൾ സ്ഥാപിക്കാനാകുമെന്ന് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു പറഞ്ഞു. വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങളും വ്യവസായ ബന്ധങ്ങളും സംയോജിപ്പിച്ച് 2031 കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, തൃശൂർ എന്നിവിടങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ നഗരങ്ങൾ സ്ഥാപിക്കാനാകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 2031 വരേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ആശയ സമാഹരണത്തിനായി വകുപ്പ് കോട്ടയത്ത് സംഘടിപ്പിച്ച ഏകദിന സെമിനാറിന്റെ പ്രാരംഭ സമ്മേളനത്തിൽ സമീപന രേഖ അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആർ ബിന്ദു. പ്രധാന നഗരങ്ങളിൽ നിലവിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗുണനിലവാരം, തൊഴിൽക്ഷമത, ലോകോത്തര ഗവേഷണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആഗോള മത്സരക്ഷമതയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടണമെന്ന് സമീപന രേഖ നിർദ്ദേശിക്കുന്നു. കേരളം മുന്നോട്ട് വയ്ക്കുന്ന ജനകേന്ദ്രീകൃതമായ വൈജ്ഞാനിക സമൂഹം എന്ന ആശയം തിളക്കമാർന്ന കേരള മാതൃകയുടെ 2ാം അധ്യായമായിരിക്കുമെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. പ്രതിവർഷം ചുരുങ്ങിയത് 10,000 അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയും സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള 30,000 വിദ്യാർത്ഥികളെയും എങ്കിലും നമ്മുടെ കോളേജുകളിലേക്കും സർവകലാശാലകളിലേക്കും ആകർഷിക്കാൻ ലക്ഷ്യം വയ്ക്കുകയാണ്.
ലോകമെമ്പാടുമുള്ള പഠിതാക്കൾ, വിദ്യാർത്ഥികൾ മാത്രമല്ല പണ്ഡിതന്മാരും പ്രൊഫഷണലുകളുമെല്ലാം കേരളത്തിലേക്ക് ആകർഷിക്കപ്പെടണം. വൈവിധ്യമാർന്നതും ലോക നിലവാരത്തിലുള്ളതും കരിയർ അധിഷ്ഠിതവുമായ ഉന്നത വിദ്യാഭ്യാസ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതായത് ലോകമെമ്പാടുമുള്ള വിവിധ വൈജ്ഞാനിക മേഖലകളിൽ അറിവന്വേഷണത്തിൽ ഏർപ്പെട്ടിട്ടുള്ള വിദഗ്ധരും പണ്ഡിതരുമെല്ലാമായിട്ടുള്ള ബുദ്ധിജീവികളും ഒക്കെ ആയിട്ടുള്ളവർ അവരുടെ അന്വേഷണങ്ങളെ പിന്തുടർന്ന് എത്തിച്ചേരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട്, ലോകത്തിലെ തന്നെ ശ്രദ്ധേയമായ ഒരു വൈജ്ഞാനിക കേന്ദ്രമായിട്ട് കേരളത്തെ നമ്മൾ മാറ്റേണ്ടതുണ്ട്. കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ നടന്ന പ്രാരംഭ സമ്മേളനത്തിൽ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷനായി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനത്തെ ആഗോള ഹബ്ബാക്കി മാറ്റാൻ സാധിക്കുന്ന ഇടപെടലുകളാണ് കഴിഞ്ഞ 9 വർഷമായി സംസ്ഥാന സർക്കാർ നടത്തിയതെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഈ ഉന്നത വീക്ഷവും ഉദാത്തമായ മാതൃകയും ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 2016 അധികാരത്തിൽ വന്ന പിണറായി സർക്കാരും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അതിന്റെ പിന്തുടർച്ചയായി ഏറ്റെടുത്തിട്ടുള്ള ഒട്ടനവധി ഭാവനാസമ്പന്നമായ വീക്ഷണങ്ങളും ദിശാബോധവും പകർന്നുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങിയത്. അതിന്റെ ഫലം ഇന്ന് കേരളത്തെ ഒരു വിദ്യാഭ്യാസ ഹബ്ബാക്കി വളർത്തിയെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ ആ നേട്ടങ്ങൾ ലോകരംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലേക്ക് പുതിയ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 9 വർഷം സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ് അവതരിപ്പിച്ചു. മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദകുമാർ, കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ K സുധീർ എന്നിവർ പ്രസംഗിച്ചു. ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ ജഗതി രാജ്, കോട്ടയം ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ P ജയപ്രകാശ്, മുംബൈ IIT എമിററ്റ് പ്രൊഫസർ NV വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് സമാപനം. പാല ഉപജില്ലയ്ക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. സ്കൂൾ വിഭാഗത്തിൽ പാല സെന്റ് തോമസ് സ്കൂൾ ചാമ്പ്യന്മാർ. റവന്യൂ ജില്ലാ കായികമേള പാല ഉപജില്ലയ്ക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. സ്കൂൾ വിഭാഗത്തിൽ പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യന്മാർ. റവന്യൂ ജില്ലാ സ്കൂൾ അത്ലറ്റിക് മീറ്റിന്റെ സമാപന സമ്മേളനം ചെയർമാൻ തോമസ് വീട്ടിന്റെ അധ്യക്ഷതയിൽ ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. പാല മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ, AEO സജി KB, ജില്ലാ കോർഡിനേറ്റർ ബിജു ആന്റണി, ഫാദർ റജുവൻ സ്കറിയ, ടോബിൻ ഗാലക്സ്, വിവിധ കമ്മിറ്റി കൺവീനർമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. 38 സ്വർണവും 25 വെള്ളിയും 16 വെങ്കലവുമായി 327 പോയിന്റുമായാണ് പാലായുടെ കിരീട നേട്ടം. 18 സ്വർണവും 16 വെള്ളിയും 14 വെങ്കലവുമായി 167 പോയിന്റ് നേടി കാഞ്ഞിരപ്പള്ളി ഉപജില്ല 2ാം സ്ഥാനത്തെത്തി. 12 സ്വർണവും 16 വെള്ളിയും 11 വെങ്കലവുമായി 132 പോയിന്റ് നേടി ഈരാറ്റുപേട്ട ഉപജില്ല 3ാമതുമെത്തി. സ്കൂൾ വിഭാഗത്തിൽ പാല സെന്റ് തോമസ് ഓവറോൾ ചാമ്പ്യന്മാരായി. 23 സ്വർണവും 16 വെള്ളിയും 7 വെങ്കലവുമായി 170 പോയിന്റുമായാണ് പാല സെന്റ് തോമസ് 1ാമതെത്തിയത്. 10 സ്വർണവും 12 വെള്ളിയും 7 വെങ്കലവുമായി 93 പോയിന്റ് നേടി പൂഞ്ഞാർ SMV 2ാമതും. 5 സ്വർണവും 4 വെള്ളിയും 5 വെങ്കലവുമായി 42 പോയിന്റ് നേടി സെന്റ് പീറ്റേഴ്സ് കുറുമ്പനാടം 3ാമതുമെത്തി. മുരിക്കുംവയൽ ഗവൺമെന്റ് VHSC, കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് ഗേൾസ്, ചേർപ്പങ്ങൽ ഹോളിക്രോസ് എന്നീ സ്കൂളുകൾ യഥാക്രമം 4ഉം 5ഉം 6ഉം സ്ഥാനങ്ങളിലെത്തി. മാർച്ച് പാസ്റ്റിന് 1ാം സ്ഥാനം ലഭിക്കുന്ന സബ് ജില്ലയ്ക്കായി കേരള സ്റ്റേറ്റ് സ്കൂൾ ടീച്ചേഴ്സ് ഫ്രണ്ട് പുതിയതായി ഏർപ്പെടുത്തിയ KM മാണി മെമ്മോറിയൽ ട്രോഫി ഏറ്റുമാനൂർ സബ് ജില്ലയ്ക്ക് ലഭിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ സജിമോൻ BPയെയും ഇക്കൊല്ലം സർവീസിൽ നിന്നും വിരമിക്കുന്ന കായിക അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. ഉമ്മൻചാണ്ടി മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫി അനാച്ഛാദനം ചെയ്തു. കോട്ടയം പ്രസ് ക്ലബ്ബിൽ ചാണ്ടിയുമ്മൻ MLA അനാച്ഛാദനം നിർവഹിച്ചു. ശ്രീ ചിത്ര കേരള സ്റ്റേറ്റ് റാങ്കിംഗ് പുരുഷ ഡബിൾസ് ടെന്നീസ് ടൂർണമെന്റ് വിജയികൾക്കുള്ള ഉമ്മൻചാണ്ടി മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയുടെ അനാച്ഛാദനം കോട്ടയത്ത് നടന്നു. പ്രസ് ക്ലബ് ഹാളിൽ ചാണ്ടിയുമ്മൻ MLA അനാച്ഛാദനം നിർവഹിച്ചു. തുടർന്ന് കേരള ടെന്നീസ് അസോസിയേഷന് ട്രോഫി കൈമാറി. ഉമ്മൻചാണ്ടി കേരള മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 2015-ൽ കേരളം ആതിഥേയത്വം വഹിച്ച 35ാമത് ദേശീയ ഗെയിംസിനോടനുബന്ധിച്ച് ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബ്ബിൽ പരിശീലനത്തിനായി 3 ടെന്നീസ് കോർട്ടുകളും കുമാരപുരം ടെന്നീസ് കോംപ്ലക്സിൽ 4 ടെന്നീസ് കോർട്ടുകളും നിർമ്മിച്ചിരുന്നു. അതിനുശേഷം കുമാരപുരം ടെന്നീസ് കോംപ്ലക്സിൽ നടന്ന ടെന്നീസ് മത്സരത്തിലാണ് നാഷണൽ ഗെയിംസിൽ കേരളം ആദ്യമായി വെങ്കല മെഡൽ നേടിയത്. അതിനാൽ ടെന്നീസിന് ഉമ്മൻചാണ്ടി നൽകിയ സംഭാവനകളുടെ സ്മരണകൾ നിലനിർത്തുന്നതിനു വേണ്ടിയാണ് ഉമ്മൻചാണ്ടി മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫി ചിത്ര കേരള സ്റ്റേറ്റ് റാങ്കിംഗ് ടെന്നീസ് ടൂർണമെന്റിന് നൽകുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് 4 ടെന്നീസ് കോർട്ടുകൾ കുമാരപുരത്തെ ടെന്നീസ് കോംപ്ലക്സിലും അതുപോലെ തന്നെ 3 എണ്ണം നമ്മുടെ ടെന്നീസ് ക്ലബിൽ സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്താണ് ആദ്യമായിട്ട് കേരളത്തിന് വെങ്കല മെഡൽ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വേളയിലാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ കൂടി നിലനിർത്തുവാൻ വേണ്ടി ഈ ഒരു
ടെന്നീസ് ടൂർണമെന്റ് ശ്രീചിത്ര കേരള സ്റ്റേറ്റ് ടെന്നീസ് ടൂർണമെന്റ് എന്റെ പിതാവിന്റെ പേരിൽ ഒരു ഓവറോൾ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫി സ്ഥാപിക്കുവാൻ തീരുമാനിച്ചതും അത് അങ്ങനെ ഒരു കാര്യം ഇന്ത്യ ഫൗണ്ടേഷനും. തിരുവനന്തപുരം സ്വദേശിയായ വിവേക് ഗോപനാണ് ട്രോഫി ഡിസൈൻ ചെയ്തത്. കോട്ടയം പ്രസ് ക്ലബ്ബിൽ നടന്ന മീറ്റിംഗിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ചെയർമാൻ ചാണ്ടി ഉമ്മൻ MLA, മന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രസ്റ്റി മറിയാമ്മ ഉമ്മൻ, മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ മറിയ ഉമ്മൻ, കേരള ടെന്നീസ് അസോസിയേഷൻ പ്രസിഡന്റ് ജേക്കബ കള്ളിവയലിൽ, ട്രിവാൻഡ്രം ജില്ലാ ടെന്നീസ് അസോസിയേഷൻ പ്രസിഡന്റ് SN രഘുചന്ദ്രൻ, ഉമ്മൻചാണ്ടിയുടെ കൊച്ചുമകൻ എഫിനോവ ഉമ്മൻ റിച്ചി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സ് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ചിറക്കടവിന്റെ സമഗ്ര വികസനത്തിനാവശ്യമായ കാര്യങ്ങൾ വികസന സദസ്സിൽ ചർച്ച ചെയ്തു. പുതുപ്പള്ളി പഞ്ചായത്തിലെ അംഗനവാടി കുട്ടികളുടെ കലാമേള നടന്നു. തളിരെന്ന പേരിലായിരുന്നു കലാമേള. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടി കുട്ടികളുടെ കലാമേള പുതുപ്പള്ളിയിൽ നടന്നു. തളിര് എന്ന പേരിൽ നടത്തിയ കലാമേളയിൽ കുരുന്നുകളുടെ സജീവ പങ്കാളിത്തമുണ്ടായി. പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും. 2-3 വയസ്സാകുമ്പോൾ അംഗൻവാടിയെ കൊണ്ട് എത്തിക്കും. അവരാണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ നോക്കുന്നത്. അതായത് ഇപ്പോൾ സർക്കാർ ഏറ്റവും കൂടുതൽ അംഗൻവാടി മുതൽ പോഷകാഹാരങ്ങൾ കൊടുത്ത് അവരുടെ ബുദ്ധി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുന്നതിനും വേണ്ടിയാണ് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ സർക്കാരും പഞ്ചായത്ത് തലത്തിലും ജില്ലാ തലത്തിലും ബ്ലോക്ക് തലത്തിലും എല്ലാം കുട്ടികളെ ഏറ്റവും നല്ല പരിചരണം കൊടുത്തുകൊണ്ടും പോഷകാഹാരം കൊടുത്തുകൊണ്ടും അവരെ വളർത്തി വലുതാക്കി സമൂഹത്തിൻ്റെ നല്ലൊരു തലമുറ വാർത്തെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വൈസ് പ്രസിഡന്റ് പ്രമോദ് കുര്യാക്കോസ് അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്തമ്മ തോമസ്, വത്സമ്മ മാണി, ഗീതമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. കുഞ്ഞുങ്ങളിലെ സർഗശേഷി വികാസത്തിനും മാനസികോല്ലാസത്തിനും സ്നേഹക്കൂട്ടായ്മയ്ക്കുമായാണ് തളിര് കലാമേള നടത്തിയത്. കളറിംഗ് മത്സരം, ഡാൻസ്, പാട്ട് തുടങ്ങിയ ഇനങ്ങളിലെല്ലാം കുഞ്ഞുങ്ങൾ സജീവമായി പങ്കുചേർന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് താഴ്ത്തുന്നതിനായി ഡാം ഷട്ടർ തുറന്നതോടെ പെരിയാറ്റിൽ ജലനിരപ്പ് ഉയർന്നു. മുല്ലപ്പെരിയാറിൽ നിന്നും ടണലിലൂടെ 745 ഘനയടി വെള്ളമാണ് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ 4 ദിവസമായി തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോയിരുന്നില്ല. ഇതേ തുടർന്ന് ജലനിരപ്പ് താഴ്ത്താനാണ് അണക്കെട്ടിന്റെ ഷട്ടർ തുറന്നത്. നീതി ഔദാര്യമല്ല, അവകാശമാണ് എന്ന പ്രഖ്യാപനവുമായി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ഒക്ടോബർ 21-ന് കാഞ്ഞിരപ്പള്ളിയിൽ സ്വീകരണം നൽകും. പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിലാണ് യാത്ര നയിക്കുന്നത്. 21-ന് രാവിലെ 11 മണിക്ക് കാഞ്ഞിരപ്പള്ളി ടൗണിൽ യാത്രയെത്തും. തുടർന്ന് കാഞ്ഞിരപ്പള്ളി പഴയപള്ളി മൈതാനിയിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനം രൂപത അധ്യക്ഷൻ മാർജോസ് പുളിക്കൽ ഉദ്ഘാടനം ചെയ്യും. മതേതരത്വ ഭരണഘടന സംരക്ഷണം ഉറപ്പാക്കുക, JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവകാശ സംരക്ഷണ യാത്രയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബേബി കണ്ടത്തിൽ, ജോബി കൊച്ചുപറമ്പിൽ, ജോസഫ് പണ്ടാരക്കളം, ഫിലിപ്പ് നിക്കോളാസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മതേതര ഭരണഘടനയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ ക്രൈസ്തവ സഭ അവരുടെ സമഗ്രമായ ഒരു പുരോഗതിയിലേക്ക് വഴി കാണിക്കുന്ന, അതിനുവേണ്ടി വളരെ പ്രതീക്ഷയോടെ കേരള സംസ്ഥാന ഗവൺമെന്റ് നിയമിച്ച ജസ്റ്റിസ് JB കോശി കമ്മീഷൻ അതിന്റെ റിപ്പോർട്ട് ഗവൺമെന്റിന് മുമ്പിൽ സമർപ്പിച്ചിട്ട് നാളിതുവരെ ആ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാൻ ഇതുവരെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. എത്രയും പെട്ടെന്ന് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക, അത് പബ്ലിഷ് ചെയ്യുക, നടപ്പിലാക്കുക, അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഈ യാത്രയുടെ ഉദ്ദേശം. പാലാ മൂന്നാനിയിൽ കോടതിക്ക് സമീപം റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന സ്ത്രീയെ കാർ ഇടിച്ചു. അമിത വേഗതയിൽ വാഹനമെത്തുകയും സ്ത്രീ അശ്രദ്ധമായി റോഡ് മുറിച്ചു കടക്കുകയുമായിരുന്നു. ഈ സ്ഥലത്ത് അപകടം തുടർക്കഥയായി മാറുകയാണ്. അധികൃതർ നടപടിയെടുക്കണമെന്ന ആവശ്യവും ഉയരുന്നു. സ്റ്റാൻഫോർഡ് സർവകലാശാലയും എൽസേവിയറും ചേർന്ന് പ്രസിദ്ധീകരിച്ച ലോകത്തിലെ മികച്ച 2% ശാസ്ത്രജ്ഞരുടെ പട്ടികയിൽ പാമ്പാടി SIRBS ഡയറക്ടർ ഡോക്ടർ CH സുരേഷ് തുടർച്ചയായി 7ാം തവണയും ഇടം നേടി. തിരുവനന്തപുരത്തെ NISTയിലെ ചീഫ് സയന്റിസ്റ്റ് കൂടിയാണ് അദ്ദേഹം. പാലാ കീഴതടിയൂർ പള്ളിയിൽ വിശുദ്ധ യുദ്ധാശ്ലീഹായുടെ തിരുനാളിന് നാളെ കൊടിയേറ്റം. 28-നാണ് പ്രധാന തിരുനാൾ. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ
പാല കിഴതടിയൂർ പള്ളിയിൽ വിശുദ്ധ യൂദസ്ലിഹായുടെ നൊവേന തിരുനാളിന് നാളെ കൊടിയേറും. 28-നാണ് പ്രധാന തിരുനാൾ. 19-ന് രാവിലെ 9:45-ന് കത്തീഡ്രൽ പള്ളി വികാരി ഡോക്ടർ ജോസ് കാക്കലിൽ കൊടിയേറ്റുകർമ്മം നിർവഹിക്കും. 10-ന് വിശുദ്ധ കുർബാന. 19 മുതൽ 27 വരെ പുലർച്ചെ 5:30, രാവിലെ 7, 10, ഉച്ചയ്ക്ക് 12, ഉച്ചകഴിഞ്ഞ് 3, 5, രാത്രി 7 സമയങ്ങളിൽ വിശുദ്ധ കുർബാനയും നൊവേനയും ഉണ്ടാകും. വൈകുന്നേരം 6 ദേവാലയത്തിൽ ജപമാല. 26-ന് രാവിലെ 9:30-ന് തിരുസ്വരൂപം പ്രതിഷ്ഠിക്കും. പ്രധാന തിരുനാൾ ദിനമായ 28-ന് പുലർച്ചെ 5:15-ന് നെയ്യപ്പം നിറച്ച വെഞ്ചിരിപ്പ് നടക്കും. 10-ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. ഉച്ചയ്ക്ക് 12-ന് തിരുനാൾ പ്രദക്ഷിണം. വികാരി ഫാദർ തോമസ് പുന്നത്താനത്ത്, ഫാദർ മാത്യു വെണ്ണായപ്പള്ളിൽ, ഫാദർ സെബാസ്റ്റ്യൻ ആലപ്പാട്ടുകുന്നാൽ തുടങ്ങിയവർ നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴവെള്ളപ്പാച്ചിലിൽ കാഞ്ഞിരപ്പള്ളി കപ്പാട് വ്യാപക നാശനഷ്ടം. നിരവധി വീടുകളിൽ വെള്ളം കയറി, കൃഷി നശിച്ചു. 3 പാലങ്ങൾ ഒലിച്ചുപോയി. കിടങ്ങൂരിൽ കിടപ്പ് രോഗിയെ ഭർത്താവ് കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തി. മാനസിക വെല്ലുവിളി നേരിടുന്ന മകനെയും കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യാൻ ശ്രമം. ഭർത്താവ് പോലീസ് കസ്റ്റഡിയിൽ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 2031 വരേണ്ട മാറ്റങ്ങൾ ചർച്ച ചെയ്യാൻ കോട്ടയത്ത് ഉന്നത വിദ്യാഭ്യാസ സെമിനാർ. 4 നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഉന്നത വിദ്യാഭ്യാസ ഹബ്ബുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് സമാപനം. പാല ഉപജില്ല ഓവറോൾ ചാമ്പ്യന്മാർ. സ്കൂളുകളിൽ പാല സെന്റ് തോമസ് സ്കൂളിന് കിരീടം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.